എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ കാറ്ററ്റ് കാറ്റഗറി വണ്ണിലെ സിലബസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. സോ സിലബസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള നമ്മളൊന്ന് ഇരുന്ന് പഠിച്ചാൽ കിട്ടുന്ന ഒരു സിലബസ് ആണ്. ടോട്ടൽ 30 മാർക്കാണ് ഈ സിലബസിൽ വരുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആണ്, 30 മാർക്കാണ് വരുന്നത്. അപ്പം ആദ്യത്തെ കോണ്ടന്റ് ഭാഗം നോക്കുകയാണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അടുത്ത പെഡഗോജിക്കൽ പാർട്ടിൽ നിന്ന് വരുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണ് ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകുന്നതിന് മുന്നേ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് 1 to 5 SCRT സിലബസ് വേണം നോക്കാൻ. അതായത് കേരള സിലബസ് അതാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പാസ് ആവേണ്ട മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്പേഴ്സിനെ കാണുമ്പോൾ തന്നെ ആദ്യത്തെ ആള് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിൽ നമുക്കറിയാം പ്ലേസ് വാല്യൂ, ഓർഡറിങ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്ലേസ് വാല്യൂസ് ആയാലും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി പ്രൈം നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് പറയാനുള്ളത് കോമ്പോസിറ്റ് നമ്പേഴ്സും കൂടി നമുക്ക് അവിടെ പഠിക്കാം. അതുപോലെ തന്നെ എന്താണ് കോപ്രൈം നമ്പേഴ്സ്. അപ്പം ഇതൊക്കെ ഈ നമ്പേഴ്സിൽ തന്നെ വരുന്നതാണ്. പിന്നെ ഈ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പം ഈ നാച്ചുറൽ നമ്പർ ആണ് മെയിൻ ആയിട്ട് സിലബസിൽ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും അതിലൊതുക്കാതെ എപ്പോഴും നമ്മൾ ബ്രോഡായിട്ട് പഠിക്കാൻ നോക്കുക. അതായത് നമ്പേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്പർ സിസ്റ്റം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്പർ സിസ്റ്റത്തെ കൂടി മനസ്സിലാക്കിയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിൽ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമല്ല വരിക, നമുക്ക് ഇൻറ്റീജേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, റിയൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി നമുക്കത് അറിഞ്ഞു പഠിക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, മാത്സ് എന്നുള്ളത് നിങ്ങൾ പഠിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ മാത്സ് പഠിക്കുകയാണെങ്കിൽ നമുക്കത് കോംപ്ലിക്കേഷൻ ആയിട്ടേ തോന്നുള്ളൂ. ബൈ ഹാർട്ട് പഠിക്കുന്ന പോലെയല്ല പഠിക്കേണ്ടത്. ജസ്റ്റ് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക എന്താണ് മാത്സ് എന്നുള്ളത് മനസ്സിലാക്കുക, എങ്ങനെയാണ് നമ്മൾ അത് എഴുതുക, എന്താണ് അവിടെ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക എന്നാണ്. ഈ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇതാണ്, നമ്മുടെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. ഈ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചിട്ട് തന്നെ വേണം നമ്മൾ എക്സാമിന് പോവാൻ. അല്ലാതെ എന്താണ് പ്രൈം നമ്പർ, അല്ലെങ്കിൽ ഒരു 10 മുതൽ 20 വരെയുള്ള പ്രൈം നമ്പർ എഴുതൂ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് മാറി. ഇപ്പൊ പ്രൈം നമ്പേഴ്സിന് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്പർ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് എങ്ങനെ ഡേ ടു ഡേ ലൈഫിലേക്ക് അതിനെ കോറിലേറ്റ് ചെയ്തിട്ട് എഴുതാം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അടുത്തത് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നതും നമുക്ക് അറിയുന്നതാണ്. ഇതിൽ തന്നെയാണ് നമുക്ക് ലിറ്റേഴ്സ്, ഗ്രാംസ് ഇങ്ങനെയൊക്കെ മാറ്റാനും തിരിക്കാനൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഈക്വൽ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാം. നമ്മൾ പല ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് പഠിക്കേണ്ട, യൂണിറ്ററി ഫ്രാക്ഷൻസ് എന്താണ് എന്നൊക്കെയുള്ളത് അല്ലെ. ഈക്വൽ ഫ്രാക്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, അത് മൾട്ടിപ്ലിക്കേഷനിലൂടെയും ഡിവിഷനിലൂടെയാണ്, 2 മെത്തേഡാണുള്ളത്. അതെങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാം എന്നുള്ളത്. ഓപ്പറേഷൻസ് ഓൺ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ റെപ്രസെന്റേഷൻ ഓഫ് ഫ്രാക്ഷൻസ്, ലെങ്ത്, വോളിയം, വെയിറ്റ്, ഇതൊക്കെ നോർമൽ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയുമാണ് നമുക്ക് 2 ടോപ്പിക് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സും ഫ്രാക്ഷൻസും. ഈ 2 ടോപ്പിക് മാത്രമാണ് നമ്മുടെ ഫസ്റ്റത്തെ നമ്പേഴ്സ് എന്ന് പറയുന്ന കോണ്ടന്റിൽ വരുന്നത്. അടുത്ത ജിയോമെട്രിയാണ്. ജിയോമെട്രിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പോളിഗൺസ് ആണ് ആദ്യം നമ്മൾ പഠിക്കാനുള്ളത്. പോളിഗൺസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കണം എന്താണ് പോളിഗൺ എന്നുള്ളത് ആദ്യം നമ്മൾ പഠിക്കണം. പോളിഗണിനെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ ലൈൻസ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് പോളിഗൺസ്. ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം, ഇന്റർ കണക്ഷൻസ് ഒന്നും പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ പോളിഗൺസ് ഏറ്റവും ചെറുതാരാണ്, നമ്മുടെ ട്രയാങ്കിൾ ആണ്. പിന്നെ ഓരോ സൈഡും കൂടുന്നതിനനുസരിച്ചാണ് അത് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അതൊരു പാറ്റേൺ തന്നെയാണ് അല്ലെ. അപ്പൊ അറിഞ്ഞു പഠിക്കാം. അതുപോലെ ഏരിയ സിമ്പിൾ ആണ്. റെക്ടാങ്കിളിന്റെ ഒക്കെ ഏരിയ, ലെങ്തിന്റെ ബ്രെഡ്ത്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതിന് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോ ജസ്റ്റ് എന്താ പറയാ, നേരെ പോയിട്ട് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ കാണൂ, ലെങ്ത്തും ബ്രെഡ്ത്തും തന്നുണ്ട്, ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത്. അപ്ലിക്കേഷൻ ലെവൽ പ്രതീക്ഷിക്കണം. NCERT വെച്ച് നോക്കുകയാണെങ്കിൽ കേസ് സ്റ്റഡി ബേസ് എന്ന് പറയും, അതാണ് SCERT വരുന്ന ക്വസ്റ്റ്യൻസ്. അതായത് നമുക്കിപ്പോൾ ഒരു പാർക്ക് ഉണ്ട്, ഒരു പാർക്കിന് ഇത്രയും റെക്ടാങ്കുലർ
ഷേപ്പിലാണ് പാർക്ക് ഇരിക്കുന്നത്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ലെങ്ത് ഇതാണ്, ഏരിയ ഇതാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് എന്താണെന്ന് ഫൈൻഡ് ചെയ്യാം എന്നുള്ളതൊക്കെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ലെങ്ത് ഇതാണ്, ബ്രെഡ് ഇതാണ്, ഒരാൾ ഇത്രയും ഒരു 3 വട്ടം ഇതിന് ചുറ്റും റൗണ്ട് അടിച്ചു, അങ്ങനെയാണെങ്കിൽ ആളെ എത്ര വട്ടം ടോട്ടൽ റൗണ്ട് അടിച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. അതാണ് നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിൽ വരിക. പാറ്റേൺസ് ഉണ്ട്. ഈ പാറ്റേൺസ് ഓഫ് ജിയോമെട്രിക്കൽ ഫിഗേഴ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. മെഷർമെന്റ്സ് എപ്പോഴും ഏതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ മെഷർമെന്റ്സ്, മണി, ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആൻഡ് ലെങ്ത്, വെയിറ്റ്, കപ്പാസിറ്റി, വോളിയം സംഭവങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇതിൽ കയറി വരും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഫസ്റ്റ് നോക്കുമ്പോൾ നമ്പർ വരുന്നുണ്ട്, സെക്കൻഡ് ജിയോമെട്രി വരുന്നുണ്ട്, തേർഡ് മെഷർമെന്റ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ 20 മാർക്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത്രയും കാര്യങ്ങൾ മാത്രമേ 20 മാർക്കിൽ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എത്രയ്ക്കും ഇലാബറേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുക എന്നുള്ളത്. അപ്പം ഈ ഡീപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അത് നമ്മുടെ ലൈവ് സെഷൻസിലെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മൾ ഇന്ററാക്റ്റീവ് സെഷൻസ് തന്നെയാണ് പോകുന്നത്. നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യിപ്പിച്ചു, PYQ അടക്കം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ് എക്സാമിന് വിടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കാം. കുറേ ഇരുന്ന് ഇതാണ് ഇങ്ങനെയാണ് എന്നിങ്ങനെ കുറേ വായിച്ച് റീഡ് ചെയ്ത് റോഡ് മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കാതെ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള, അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് ഹോൾ നമ്പേഴ്സ്? ഹോൾ നമ്പേഴ്സ് 0 പ്ലസ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ്. ഇന്റീജേഴ്സ് ആരാണ്? അതിൽ നമുക്ക് നെഗറ്റീവും വരും പോസിറ്റീവും വരും. അങ്ങനെയാണെങ്കിൽ 0 ഒരു ഇന്റീജർ ആണോ? 0 ഒരു ഇന്റീജർ ആണ്, പക്ഷെ നെയ്തർ ബി നെഗറ്റീവ് നോർ ബി പോസിറ്റീവ്. രണ്ടിന്റെയും ഇടയിൽ പെടാത്ത ആളാണ്, പക്ഷെ ഇന്റീജർ ആണ്. എന്താണ് റാഷണൽ? എന്താണ് ഇറാഷണൽ? ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ഇത്രയാണ് നമ്മൾ ആര് വരുന്നത്, റിയൽ നമ്പർ സിസ്റ്റം വരുന്നത്. അപ്പം ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാം. ആൻഡ് നാച്ചുറൽ ബാക്കിയൊക്കെ നമുക്ക് പെഡഗോജിക്കൽ പാർട്ടാണ്. നല്ലൊരു ടീച്ചർ ആണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു ടീച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി ഇവിടെ നിന്ന് ബാക്കി മാർക്ക് കരസ്ഥമാക്കാൻ പറ്റും. സോ ഇവിടെ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവരെങ്ങനെയാണ് തിങ്ക് ചെയ്യാന്ന് മനസ്സിലാക്കുക. എന്താണ് മാത്സിന്റെ ലാംഗ്വേജ്? മാത്തമാറ്റീഷ്യൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണ് വ്യൂസ്, ഒബ്ജക്റ്റീവ്സ്, എയിംസ്? മാത്സ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണ്ടേ? നമ്മൾ പറയും തീറ്റ എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, എന്തിനാണ് പഠിച്ചതെന്ന് ഇപ്പോഴും അറിയുന്നില്ല എന്ന്. അത് എന്തുകൊണ്ട് അറിയാത്തെ? ഈ തീറ്റ എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യണോ എന്നുള്ളത് ഇപ്പോഴും സ്റ്റുഡൻസിന് അറിയില്ല. നമ്മുടെ ആംഗിൾ തീറ്റയാണ്, അതിനെക്കുറിച്ച് സൈനും കോസും സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ആരാണ്? നമ്മുടെ എഞ്ചിനീയേഴ്സും സംഭവങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവരുപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നോർമൽ ഒരു സ്റ്റുഡൻറ്റിന് വ്യക്തമാവുന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും മാത്സ് അങ്ങനെ വേണം കാണാനായിട്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് പഠിക്കുക എന്നുള്ളതല്ല, അത് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യണേ, എന്തിനാണ് നമ്മളിത് പഠിക്കണേ, ഇതൊക്കെ പഠിച്ചിട്ട് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ വല്ല ഉപകാരമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. അതാണ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ലേണിംഗ് മാത്സ് ഇൻ പ്രൈമറി ക്ലാസ്സസ്. പ്രൈമറി ക്ലാസ്സസിലാണ് ഈ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ഈ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് നമ്പർ അറിയാണ്ട്, നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ കടകളിലേക്കൊക്കെ വിടുന്നതാണ്, നമ്പർ ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് വിടുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ എത്ര പൈസ നമ്മൾ ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഈവൻ ഇത്രയും കൊടുത്ത ബാക്കി എത്ര കിട്ടും, ഇങ്ങനെയുള്ള ഒരു പ്രൈമറി നോളജ് ഒരു ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണമെന്ന് വിചാരിച്ചു തന്നെയാണ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട്സ്. നമ്മൾ എല്ലാ സബ്ജക്റ്റും BEdന് മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു സംഭവമാണിത്. ബാക്കി DTCകളുടെയൊക്കെ ഉണ്ടാവും. അപ്പം അതിൽ എന്താണ് വരുന്നത്? നമുക്ക് ബയോളജി നമുക്ക് എടുക്കാം. ബയോളജി എടുത്താൽ നമ്മളിപ്പോൾ പല ടൈപ്പ് ഓഫ് ഹ്യൂമൻ ഓർഗൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചിത്രത്തിലും ഓരോ സെൽസ് ഇപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ കൂടിയും അതിന് ഓരോന്നും പ്ലേസ് ചെയ്തിരിക്കുന്നതിന് ഓരോ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ സ്ട്രക്ചേഴ്സിൽ ഇത്രയും വെച്ച് ഓരോന്ന് വേണം എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു മാത്സ്. ഈവൻ നമ്മളൊരു ഇംഗ്ലീഷ് പോയം എഴുതുകയാണെങ്കിൽ കൂടിയും എത്ര ലൈൻസ് ആണ് ഒരെണ്ണത്തിൽ വരിക?
കൂടി 4 സോ അതിന് എന്തുണ്ട്, ഒരു കൗണ്ട് ഉണ്ട്. സോ ഇറ്റ്സ് റിലേറ്റഡ് ടു മാത്സ്. അങ്ങനെ മാത്സ് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഓരോന്നും പോകുന്നത്. സോ ലോവർ പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി മാത്തമാറ്റിക്സ് കരിക്കുലം എന്താണ്, സിലബസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഇപ്പൊ മാറി വന്നിട്ടുള്ള സിലബസും കാര്യങ്ങളും NEP ഒക്കെ നമ്മൾ ഇതിൽ എന്ത് വേണം, അറിഞ്ഞിരിക്കണം. ഈ മാത്സിന്റെ ട്രെൻഡ് എന്താണ്, മാത്സ് ഡെവലപ്ഡ് ആണോ, പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പൊ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് മാത്സ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ടോ, മാത്സിന്റെ അപ്രോച്ച് എന്താണ്, തിയററ്റിക്കൽ ബേസ് ലേണിംഗ് എന്താണ്, മാത്സ് പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ചിൽഡ്രന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ഒരു ഒതുക്കവും ചിട്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ, നാച്ചുറൽ ലേണിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു നന്നായിട്ട് മാത്സ് വർക്ക്ഔട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടായിരിക്കോ, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ടായിരിക്കോ. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ടീച്ചിങ് ഓഫ് മാത്സ്. നെക്സ്റ്റ് നമ്മൾ ഇത്രയും ഭാഗം സ്റ്റുഡൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. ഇനി ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഒരു ടീച്ചർ ആണെങ്കിൽ എന്ത് സ്ട്രാറ്റജീസ് ഒക്കെ ആയിരിക്കും എടുക്കുക. അപ്പൊ ഇവിടെയൊക്കെയാണ് ഇങ്ങനത്തെ പെഡഗോജി ക്വസ്റ്റ്യൻസ് വരിക. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ട്, അങ്ങനെയാണ്, അല്ലെങ്കിൽ സ്ലോ ലേണർ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളെ നിങ്ങൾ എങ്ങനെയായിരിക്കും ടാക്കിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും മാത്സ് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് ചോദിക്കാം. അതുപോലെ തന്നെ ടീച്ചിങ് പ്രോജക്ട്സ്, സെമിനാർസ്, അസൈൻമെന്റ്സ്, ഫീൽഡ് ട്രിപ്പ്. ആ ഫീൽഡ് ട്രിപ്പിനെയൊക്കെ കുറിച്ച് ഒത്തിരി ക്വസ്റ്റ്യൻസ് എല്ലാ ഇയേഴ്സിലും മാത്സിൽ ചോദിക്കുന്നതാണ് കേട്ടോ, കേട്ടിട്ടില്ല. ഡിഫറെന്റ് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ്. അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് ഇതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസാ. എല്ലാ സ്റ്റുഡൻസും ഒരുപോലെയല്ല, എല്ലാ സ്റ്റുഡൻസിന്റെ കാലിബേഴ്സ് ഒരുപോലെയല്ല, ഐക്യു ഒരുപോലെയല്ല, കോൺസെൻട്രേഷൻ ഒരുപോലെയല്ല. അപ്പൊ വ്യത്യസ്തമായിട്ട് ഒരു സ്റ്റുഡന്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരു സ്റ്റുഡന്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു 60 സ്റ്റുഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് വേണം ഓരോ സ്റ്റുഡൻസിനും ഫോക്കസ് കൊടുക്കാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. ആൻഡ് മെറ്റീരിയൽസിനെ കുറിച്ചും എവിടെയാണ് നമ്മൾ ചോദിക്കാം, നമ്മുടെ ഹാൻഡ് ബുക്കിലാണോ, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതാറ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്സ് ക്ലബ്ബ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ലാബോറട്ടറി എന്തിനു വേണ്ടി, ഇങ്ങനെയുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ആൻഡ് ഇവാലുവേഷൻ അല്ലാണ്, ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും നിങ്ങൾ പെഡഗോജിക്കൽ പാർട്ടിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് കരസ്ഥമാക്കാം. മുകളിലുള്ള ഒരു 20 മാർക്കും കൂടി കൂട്ടിയിട്ട് 30 മാർക്കാണ് നമുക്ക് ടോട്ടലായിട്ട് വരുന്നത്. സോ ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാറ്റഗറി 1ന്റെ മാത്സിന്റെ സിലബസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ലൈവ് സെഷൻസ് ഈ മൺഡേ ആണ് ഓപ്പൺ ആവുന്നത്. 2500 റേറ്റ് ആണ് ഇപ്പൊ നമുക്ക് വരുന്നത്. അപ്പോൾ ലൈവ് സെഷൻസ് വേണ്ടവര് നേരെ നമുക്ക് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അതിനുള്ള ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാറ്റഗറി 2ന്റെ മാത്സുമായിട്ട് കാണാം. ബൈ.